ചോദ്യം ഇങ്ങനെയാണ്. 1:05 സമയം കാണിക്കുന്ന ഒരു ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയാണ്? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എന്ത് ചെയ്യും? കോണളവ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. 30h - 11/2 m. എന്നിട്ട് എച്ചിൻ്റെ സ്ഥാനത്ത് മണിക്കൂറിലുള്ള സംഖ്യ ഇട്ട് കൊടുക്കും, എമ്മിൻ്റെ സ്ഥാനത്ത് മിനിറ്റിലുള്ള സംഖ്യ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കും. ഇത്രയും ഈ ഒരു ഇക്വേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല ഈ ക്വസ്റ്റിന്. കാരണം സമയം നോക്കിക്കേ മക്കളെ, 1:05 അല്ലേ? അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരേ സംഖ്യയുടെ നേർക്ക് തന്നെയാണ് കിടക്കുന്നത്, ആണല്ലോ. 1 എന്ന് പറയുന്ന സംഖ്യയുടെ നേർക്ക് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ വരുന്ന സമയങ്ങൾ, അതായത് 2:10, 3:15, 4:20, 5:25, 6:30 അങ്ങനെ വരുന്ന സമയങ്ങളില്ലേ, അങ്ങനെ വരുന്ന സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടെ മിനിറ്റിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, ഈ മിനിറ്റിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയുടെ പകുതി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നോക്കിക്കേ, ഇവിടെ മിനിറ്റിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ എത്രയാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോണളവാണ്. അപ്പം കോണളവ് എങ്ങനെ കണ്ടുപിടിക്കാം? മിനിറ്റിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ 5, 5/2. പകുതി എന്ന് പറയുമ്പോൾ /2. എത്ര കിട്ടും ആൻസർ? ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. ഇപ്പോൾ ഓപ്ഷനിൽ ഈ ഒരു 5/2 ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ചെറുതാക്കണം, അതായത് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ എഴുതി ഡിവൈഡ് ചെയ്യണമെന്നൊന്നുമില്ല, മനസ്സിലറിയുന്നവർ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2.5 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണേ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 2.5 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടുത്തെ സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയാണ്? 2.5 ഡിഗ്രി ആണ്.